റോക്കറ്റ്. അപ്പോൾ ഇത് പോട്ടെ, നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കണം. അതിനുശേഷം ഇതിങ്ങോട്ടൊരു മടക്കം നമുക്ക് എടുക്കണം. ഈ തുമ്പത്ത് മുട്ടിക്കണം. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി തോന്നുന്ന സാധനം മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ആ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാൻ ചാൻസില്ല. അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ എടുക്കും. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ പാട് അത്ര മിങ്ങിയായിട്ട് വരില്ല. ഇതിപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഈ പാട് വന്നു. അപ്പം നമുക്കിതിങ്ങനെ മടക്കണം. സാധാരണ റോക്കറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുണ്ട്. അത് ഹാഫ് അങ്ങനെ ആയിരിക്കും, ഹാഫ് എത്തുമ്പോൾ അത് മാറും. അപ്പം ഇതിലുള്ള മറക്കുന്ന മറ്റേ ഇവിടെ നന്നായിട്ട് അമർത്തി വെക്കണം. ഇവിടെ ആ മൂന്ന് വേണ്ട, ഈ സ്ഥലം ഒന്ന് പിന്നായിട്ട് അവിടുത്തെ ഒരു വര വരും. ഇങ്ങോട്ടൊരു മടക്കും, അവിടേക്ക് നമുക്ക് ഇങ്ങോട്ടൊരു മടക്ക് കൊടുക്കണം. അപ്പോൾ ആ ലൈന് മുട്ടിച്ച് കൃത്യം വേണം ചെയ്യാൻ. അപ്പം നമുക്ക് അത്ര മുട്ടിക്കണ്ട. അങ്ങനെ ശേഷം നമുക്ക് ഇത് ഈ ലൈന് ഫോളോ വരും. അപ്പോൾ അതനുസരിച്ച് ഈ സ്ഥലം മുട്ടിയിട്ട് നമുക്ക് ഇതിനെ മരച്ചെടുക്കാം. എന്നിട്ട് ഇതെടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഒരു മടക്ക് വന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ മടക്കാം. എന്നുവെച്ചാൽ ഈ സ്ഥലം 3 ഷാർപ്പായിരിക്കണ്ട, അതിലെത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മടക്കാം. അപ്പോൾ ഇവിടുത്തെ മടക്ക് ഇങ്ങനെ ഇവിടെ മടക്ക് ഉണ്ടാവും. അപ്പോൾ ആ മടക്ക് ചെയ്യുന്നേക്കാളും ഒന്ന് ചെറുതായിട്ട് അങ്ങനെ അമിട്ട് കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ഒരു സൈഡ് ഇങ്ങനെ ഉണ്ടാവും, ഒരു സൈഡ് കുഞ്ഞിതായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് വെട്ടിക്കളയുന്ന വേണം. വെട്ടിക്കളയുന്നവർക്ക് വെട്ടിക്കളയാം, അല്ല വേണമെങ്കിൽ വെട്ടിക്കളഞ്ഞാൽ മതി. എനിക്ക് നടക്കുന്നില്ല, നിങ്ങൾക്ക് നടക്കുന്നില്ല. എന്നിട്ട് ഇതിനെ മടക്കാം. അതിനുശേഷം മടക്കിയപ്പോഴാണ് ഇതെടുത്ത് ഈ ലൈനിൽ മുട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ ലൈന് അതിൻ്റെ ഓപ്പോസിറ്റാക്കും. അത് ഓപ്പോസിറ്റ് ആക്കി ചെറുതായിട്ട് മടക്ക് കൊടുത്തിട്ട് ഈ സൈഡിലോട്ട് മടക്കാം. അത് സ്പീഡ് കൂടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ വശം നന്നായിട്ട് അമർത്തി പിടിക്കണം. ഇതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം ഇത് സാധനം മുട്ടണ അനുസരിച്ച് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം നമുക്ക്. പക്ഷേ ഈ സ്ഥലം അതുമാതിരി ചെയ്ത് കൊടുക്കാം നമുക്ക്. അതായിരിക്കും കാണാനായിട്ട് ഏകദേശം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. തെറ്റുപോയിട്ട് പറ്റില്ല. എന്നിട്ട് ഇത് ചിലപ്പെങ്കിൽ വരുള്ളൂ, ചിലപ്പെങ്കിൽ വരില്ല. എന്നാൽ ചെയ്തെന്ന് പറഞ്ഞ മിസ്റ്റേക്ക് കൊണ്ട് മറ്റേ ഈ സാധനം ഇങ്ങോട്ട് എത്തിയില്ല. അത് നമുക്ക് കുഴപ്പമില്ല. അത് ഇല്ലെങ്കിലും അതിന് വേണ്ടി അത് ഭംഗിക്ക് വേണ്ടി ഞാൻ വെച്ചതായിരുന്നു. ഭംഗിക്ക് വേണ്ടി വരുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ശരിയായെന്ന് വരും. ശരി, എന്നിട്ട് നമ്മളിതിങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ കൂടെ ഇങ്ങനൊരു മടക്കി ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ വശത്തിന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒന്നുകൂടി മടക്കി കൊടുക്കുക. അത് അല്ലെങ്കിൽ അത് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ പോകും. അതുകൊണ്ട് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ സാൻഡ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരത്തി വെക്കാം. അതെ, നോക്കട്ടോ. അപ്പോൾ നമ്മുടെ യൂറോക്കിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പരത്തി വെക്കാം കേട്ടോ. വാ, അത് അത്ര ദൂരത്തുനിന്ന് അറിയാത്തതുകൊണ്ടാണ് അത്ര ദൂരം അത് ഇങ്ങനെ ശക്തിയൊക്കെ വന്നത്. അല്ലെങ്കിൽ നല്ല ദൂരം പോവും. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് ചെയ്യണം. ടാറ്റാ.